പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അലാറൊക്കെ വെച്ച് നേരത്തെ എണീറ്റ് പഠിക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ, അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികൾ. അതിനു മുന്നേ ആയിട്ട് കുമാരനാശാൻ്റെ പ്രശസ്തമായ ഒരു പോയത്തിലെ 2 വരികളാണ്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. അത് ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ടുള്ള കുമാരനാശാൻ്റെ ഒരു പോയത്തിലെ 2 പ്രധാനപ്പെട്ട വരികളാണ്. നമുക്കറിയാം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളായ പ്രധാനപ്പെട്ട ആൾക്കാരാണ് വൈകുണ്ഠ സ്വാമികൾ, അതായത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികൾ കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ്. അപ്പോൾ ഇവർ നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ, അത് സമപന്തി ഭോജനം എന്ന് പറഞ്ഞാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അവർണറും സവർണറും വ്യത്യാസം കൂടാതെ ഒരേ പന്തിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല ദുരാചാരങ്ങൾക്കെതിരെയും പ്രവർത്തിച്ച ആളുകളാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് പ്രയത്നിച്ച ആളാണ് ചട്ടമ്പി സ്വാമികൾ. കൊല്ലം ജില്ലയിലെ പന്മലയിലാണ് അദ്ദേഹം സമാധി ആയത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവും എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. അതേപോലെ തന്നെ അയിത്തത്തിനെതിരെ കിണറുകൾ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമി ആണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദം ഉയർത്തി. അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വൈകുണ്ഠ സ്വാമികളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ പഠിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം ഇവ അനുവദിക്കണമെന്ന് പോരാടിയ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോയി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമായിരുന്നു ഊർജം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളെ ഭൂമിയിലുള്ള ഊർജ്ജങ്ങൾ, ഫ്യൂവൽസ്, കത്തുമ്പോൾ താപം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വിറക്, മണ്ണെണ്ണ ഒക്കെ വാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളെ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന വാതകത്തിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, ഖരമാലിന്യങ്ങളായിട്ടുള്ള വിറക്, കൽക്കരി, അതുപോലെ തന്നെ ദ്രാവക ഫ്യൂവൽസ്, സോളിഡ് ഫ്യൂവൽസ് ആയിട്ടുള്ള, അതായത് പെട്രോളിയത്തിൽ നിന്നും തിരിച്ചെടുക്കുന്ന ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളൊക്കെ മനസ്സിലാക്കി. അതായത് വാതക ഇന്ധനങ്ങളെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPG, അതുപോലെ തന്നെ CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ വിമാനത്തിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസാണ് ഏവിയേഷൻ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓക്സിജൻ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓക്സിജൻ്റെ അംശം കൂടി അതിൽ വേണം. അത് നമ്മൾ സാധാരണയായിട്ട് കൺവെൻഷണൽ എനർജിയും പഠിക്കുന്നുണ്ട്, നോൺ കൺവെൻഷണൽ എനർജിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഊർജ്ജത്തിൻ്റെ ടോപ്പിക്കിൽ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ പെട്രോൾ ഫ്യൂവലും ഡീസൽ ഫ്യൂവലും CNG തുടങ്ങിയിട്ടുള്ള ഇന്ധനങ്ങളും ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഊർജ്ജവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ SCERT ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചു. രാവിലെ നല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ വീഡിയോസിന് കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ച് റിപ്ലൈ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. മഴയൊന്നും കുറയുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ കാറ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനൊരു 1 month ഗ്യാപ്പിൽ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വിഷ്വലി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട്. എന്നാൽ പിന്നെ ആ പണിക്ക് പോലെ വെച്ചിട്ട് നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയി. ആദ്യം ടയറും കാര്യങ്ങളാണ് ചെക്ക് ചെയ്തത്. എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ചെറിയ ആണികളോ എന്തെങ്കിലും കയറിയിരിക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ നേരെ എൻജിൻ റൂമിലേക്ക് വന്നു. എൻജിൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ എൻജിൻ ഓയിലിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. വൈപ്പർ ഫ്ലൂയിഡ് ഒന്ന് റീഫിൽ ചെയ്തു. എന്തെങ്കിലും ബെൽറ്റിന് എന്തെങ്കിലും ക്രാക്കോ ലൂസോ പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ റബ്ബർ ഹോസുകൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു. മഴ കാരണം വെളിച്ചക്കുറവുണ്ട്, അപ്പോൾ ചെറിയൊരു ടോർച്ചൊക്കെ എടുത്തു. അതുപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ, അതിൽ ഈ മഴക്കാലം ആയതുകൊണ്ട് ടെർമിനൽസിലൊക്കെ ചെറിയൊരു ഓയിഷർ പോലെ വരും, അതൊക്കെ ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ റേഡിയേറ്റർ കൂളൻറ്റിൻ്റെ ലെവൽ, ഇലക്ട്രിക്കൽ വയറുകളിൽ എന്തെങ്കിലും ക്രാക്കോ വല്ല എലി എന്തെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും പണി തന്നിട്ടുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഒക്കെ ഒന്ന് വിഷ്വലി ഒന്ന് ചെക്ക് ചെയ്തു. അതേപോലെ തന്നെ എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ഡിപ്സ്റ്റിക്ക് ഉണ്ട്. ആ ഡിപ്സ്റ്റിക്ക് ഊരിയെടുത്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട്
രണ്ടാമത് അതിൽ 2 പോയിൻ്റ് ഉണ്ട്, മാക്സിമം മിനിമം. അപ്പോൾ അതിടയ്ക്ക് വാഹനം ഓടിക്കുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻജിൻ ഓവർഹോളിങ്ങിന് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് എൻജിൻ ഓയിലൊക്കെ കറക്റ്റാണ്, മാക്സിമത്തിന് മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഡിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ എൻജിനിൽ ആ ഒരു ഭാഗത്ത് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ഡ്രൈവൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടി എടുത്ത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. നല്ല മഴയാണ്, ഒരു രക്ഷയില്ല, നല്ല മഴയാണ്. മഴ നിൽക്കുന്നില്ല, ചെറുതായിട്ട് ചാറിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ കുറേ പേര് കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സാം എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ, RRBയുടെ കാര്യം, LDCയുടെ കാര്യം. അപ്പോൾ LDCയുടെ RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചായക്കടയിൽ കയറി, നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് അങ്ങനെ തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ബോട്ടം ഭാഗത്ത് സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് കയറിയിട്ട് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 രൂപയുടെ ഒരു വർഷത്തേക്ക് വരുന്നത് ബുള്ളറ്റിൻ നമുക്ക് ലഭിക്കും, തപാല ലഭിക്കും. എല്ലാ ഷോപ്പിലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ മഴയൊക്കെ റൗണ്ട് അടിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ, ഇനി ഉച്ചയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് കുറച്ച് ഭാഗങ്ങൾ നോക്കണം. കുറച്ച് പേര് RRBയുടെ കാര്യം ചോദിച്ചില്ല. ഞാനൊരു ബുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അത് പൊട്ടിച്ചിട്ടില്ല, RRBയുടെ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി രാത്രി കുറച്ച് ഒബ്ജക്റ്റീവ് എടുക്കുകയാണ്. കാരണം നല്ല തണുപ്പും മഴയൊക്കെയാണ്, അപ്പോൾ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓട്ടോമൊബൈലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും മുന്നേ വായിച്ച് മാർക്ക് ചെയ്താണ്. ഇത് ഒബ്ജക്റ്റീവ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്, അല്ലെങ്കിൽ ഓരോ പേജും ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകേണ്ട വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറേ പിക്ചറും കാര്യങ്ങളും തിയറിയൊക്കെ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ പഠിച്ചു. ഒബ്ജക്റ്റീവ് ഞാൻ മാക്സിമം നോക്കും, കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് PSC എക്സാമൊക്കെ കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ളൊരു ഇതുണ്ട് ഇപ്പോൾ പൊതുവെ എക്സാമിലൊക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ടൈം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാൻ പറ്റും. മാത്സൊക്കെ വരുന്ന പ്രോബ്ലത്തിന് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാക്സിമം കുറേ ഒബ്ജക്റ്റീവ് ടൈപ്പുകൾ വായിച്ച് പഠിച്ചു. അപ്പോൾ ഇന്ന് ഏകദേശം കുറച്ച് സമയം പഠിക്കാൻ പറ്റി, കുറച്ച് സമയം അതർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് പോയെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ മുതൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓരോ ടോപ്പിക് എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തിൽ സംഭവിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.